തുടർച്ചയായി പെയ്യുന്ന മഴയിൽ തലസ്ഥാന നഗരിയിൽ വെള്ളക്കെട്ട് രൂക്ഷം. തമ്പാനൂർ, ചാള കമ്പോളം, പഴവങ്ങാടി തുടങ്ങിയ സ്ഥലങ്ങൾ വെള്ളത്തിനടിയിലായി. കാലവർഷം കൂടിയെത്തുന്നതോടെ ആശങ്കയിലാണ് വഴിയോര കച്ചവടക്കാരും. 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇതിനോടകം തന്നെ ശക്തമായ മഴയാണ് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും പെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം പഴവങ്ങാടിയാണ്. ഇവിടെ റോഡുകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഇതിനോടകം തന്നെ രൂപപ്പെട്ട് കഴിഞ്ഞു. മറ്റ് പ്രധാന സ്ഥലങ്ങളായ തമ്പാനൂർ, ചാല കമ്പോളത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. ഇതിനേക്കാൾ രൂക്ഷമാണ് പല സ്ഥലങ്ങളിലെയും അവസ്ഥ. ഈ റോഡിലൂടെയുള്ള യാത്ര, വാഹനങ്ങളിലായാലും നടന്നുള്ള യാത്രയായാലും ദുസ്സഹമായിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ചേട്ടൻ ഇങ്ങോട്ട് പോകുന്നതാണോ റോഡിലൂടെ? എങ്ങനെ യാത്ര? ഞാൻ നെടുമങ്ങാട് വന്നതാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് ഏകദേശം 12:30 മണിയായി. ഇവിടെ ഒരേ നിരപ്പിൽ നിൽക്കുകയാണ്. എല്ലാ കാലഘട്ടത്തും ഇങ്ങനെ സംവിധാനം, ജനങ്ങളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം സർക്കാർ മനസ്സിലാക്കുന്നില്ല. എല്ലാ കാലഘട്ടം ഇപ്പോൾ പല ആവശ്യങ്ങൾക്കും പല ക്ഷേത്രങ്ങളിലും പല ആവശ്യങ്ങൾക്കും വന്നിട്ട് ജനങ്ങൾ വളരെ ബുദ്ധിമുട്ട്, കടവരാന്തയിലും അവിടെ കയറി നിന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കും. വീട്ടിൽ പോകാൻ പറ്റുന്നില്ല. കിലോമീറ്ററോളം താണ്ടി നമുക്ക് വീട്ടിൽ പോകണം. ഒരു കാര്യം നടക്കുന്നില്ല. ഇതുവഴി പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പറ്റാത്തതാണ്. എനിക്ക് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അപ്പുറത്ത് നടത്താം. പക്ഷെ വണ്ടി പോകാനും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. വണ്ടി അപ്പുറത്ത് വെച്ചിട്ടാണ് പോകാൻ. തിരിച്ച് വീട്ടിൽ പോകണം. എല്ലാ കാലഘട്ടത്തിലും ഞാൻ വെള്ളപ്പൊക്കം കാര്യത്തിന് സർക്കാർ ഒരു നിബന്ധനകളും ഇതിന് വരുത്തിയിട്ടില്ല. ഇരുചക്ര വാഹനത്തിലായാലും അതുപോലെ നടന്നായാലും ഈ റോഡിലൂടെ ഒന്നും പോകാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ മഴയത്തൊക്കെ തന്നെ ഇത്തരത്തിൽ വെള്ളം കയറിയപ്പോൾ ഇനി വരുന്ന മഴയത്ത് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകില്ല എന്ന വാക്ക് നൽകിയതാണ്. പക്ഷേ ഈ മഴക്കാല പൂർവ്വ ശുചീകരണം ഒന്നും ഒരു സ്ഥലത്തും കൃത്യമായിട്ട് നടന്നിട്ടില്ല എന്ന പരാതികൾ നാട്ടുകാർ നേരത്തെ തന്നെ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ അല്ലെങ്കിൽ എല്ലായ്പ്പോഴും മഴയത്ത് വെള്ളം കയറാറുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത്തവണയും അതിരൂക്ഷമാണ് അവസ്ഥ എന്ന് പറയുന്നത്. അതിനേക്കാൾ പ്രധാനം ഈ സ്മാർട്ട് റോഡിന്റെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ രൂക്ഷമാണ് സാഹചര്യം എന്ന് പറയുന്നത്. എന്തായാലും കാലവർഷം കൂടി എത്തുന്നതോടുകൂടി മഴ സംസ്ഥാനത്ത് കൂടുതൽ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ആ സാഹചര്യത്തിൽ ഒരുപക്ഷെ തലസ്ഥാന നഗരി ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ പല ജില്ലകളിലേയുമുള്ള സാധാരണക്കാരന്റെ യാത്ര കൂടുതൽ ദുസ്സഹമാകുമെന്ന് തന്നെ വേണം കരുതാൻ. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ പോൾ ശ്രീകാര്യത്തിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്. ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 39 മിനിറ്റ്. ധാരാളം വാർത്തകൾ കാത്തിരിക്കുന്നു. തിരിച്ചു വരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.